ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പോസ്റ്റ്. ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ കുറച്ച് കാലമായിട്ട് ഞാൻ എവിടെയെന്ന് എനിക്കറിയുള്ളൊരു ചോദ്യം. സോ ഞാൻ വീഡിയോ തന്നെ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാരണം നമ്മളെ മൈക്കൊന്ന് കേടന്നു പോയി. അപ്പോൾ ഞാൻ ഒരു പുതിയ മൈക്ക് ഓർഡർ ചെയ്ത് അത് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്തു. പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് കുറച്ച് കാലമായിട്ട് വീഡിയോ ഇല്ലാതിരുന്നത്. അപ്പോൾ ഏതായാലും കുറേ ആൾക്കാർ വാട്സപ്പിലും ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചു, ബ്രോ പുതിയ വീഡിയോ ഇവിടെ വെയിറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചു. അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളെ വീഡിയോക്കും വെയിറ്റ് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഏതായാലും ഇന്ന് നമ്മുടെ വീഡിയോ നോക്കാൻ പോകുന്നത് നമുക്കൊക്കെ നമ്മുടെ കുട്ടിക്കാലം മുതൽക്കുള്ള ഒരു ഡൗട്ടാണ്. നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോയാണ്ട് നമുക്ക് ഡോക്ടർ മരുന്ന് എഴുതി തരും. ആ എഴുതി തരുന്ന ഷീറ്റിലുള്ള എഴുത്ത് നമ്മളെ പല ആൾക്കാർക്കും വായിക്കാൻ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാത്ത രീതിയിലാണ് പല ഡോക്ടർമാരും എഴുതുക. അപ്പോൾ ഡോക്ടർമാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ എഴുതുന്നതെന്നാണ് ഇന്ന് നമ്മുടെ വീഡിയോ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഡോക്ടർമാർ അല്ലെങ്കിൽ ഈ മെഡിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള ഒരു മേഖലയാണ് ഈ ഡോക്ടർമാർ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞത്. സോ ഒരാളും ഒരിക്കലും ഡോക്ടർമാർക്ക് നല്ല ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് അവാർഡൊന്നും കൊടുക്കാൻ പാടില്ല. സോ ഡോക്ടർമാർക്ക് ഈ ഒരു ഹാൻഡ് റൈറ്റിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടി വരില്ല. 2006 ഒരു കണക്കനുസരിച്ച് 2006 കണക്കാണ് പറയുന്നത്, ഏകദേശം 7000-ലധികം ആളുകൾ ഒരു വർഷം ഡോക്ടർമാർ കാരണം മരണപ്പെടുന്നുണ്ടെന്നാണ്. അതായത് ഡോക്ടർമാരുടെ ഒരു എഴുത്ത് കാരണം ഏകദേശം 7000-ലധികം ആളുകൾ മരിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ, ആളുകൾ അവരുടെ രോഗം ഡോക്ടർമാരോട് പറയും. ഡോക്ടർമാർ അതിനനുസരിച്ചുള്ള മരുന്ന് കൃത്യമായിട്ട് തന്നെ പ്രിസ്ക്രൈബ് ചെയ്യും. പക്ഷേ അവരെഴുതിയ ഈ എഴുത്ത് മനസ്സിലാക്കാതെ മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾക്ക് ഈ ഒരു മരുന്ന് ഏതാണെന്ന് അവർക്ക് കൺഫ്യൂഷനായി പോകും. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന ഒരു സന്ദർഭത്തിൽ മരുന്ന് മാറിക്കൊണ്ട് പേഷ്യന്റ് കൊടുക്കും. പേഷ്യന്റ് അത് കഴിച്ചാൽ ഒരു പക്ഷേ മരണം വരെ സംഭവിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ, മറക്കരുത്. അപ്പോൾ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ മെഡിക്കൽ ഷോപ്പിലൊക്കെ വരുമ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാർ നമ്മളോട് ചോദിക്കും, ഇതാണോ രോഗം, ഈ അടയാളങ്ങൾ അല്ലെങ്കിൽ രോഗത്തിന്റെ സിംറ്റംസും കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഇത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു മരുന്ന് തന്നെ അല്ലേ ഡോക്ടർ എഴുതിയത് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മെഡിക്കൽ ഷോപ്പിലെ ആളുകൾ നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നത്. അത് മാത്രമല്ല, ദിവസവും 100 ആളുകൾ ഒരു ഡോക്ടറെ അടുത്ത് ഒരു ക്ലിനിക്കിൽ തന്നെ ഡോക്ടറെ കാണിക്കാനായിട്ട് വരും. അപ്പോൾ ഡോക്ടർ ഒരു രോഗിയെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് രോഗികളുടെ പുറത്ത് വെയിറ്റിങ്ങിലാണ് അല്ലെങ്കിൽ പുറത്ത് ക്യൂവിലുണ്ട്. സോ ഡോക്ടറുടെ ചിന്ത എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വന്ന രോഗിയെ പെട്ടെന്ന് തന്നെ പരിശോധിച്ച ശേഷം നെക്സ്റ്റ് രോഗിയെ അങ്ങോട്ട് കയറ്റി വിടണം. അല്ലാതെ ഒരു പേഷ്യന്റിന് തന്നെ 1 മണിക്കൂർ സമയം എടുത്താൽ ആകെ ഷോക അവസ്ഥയ്ക്കാരും. സോ ഡോക്ടർമാരുടെ മനസ്സിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, പെട്ടെന്ന് തന്നെ ആൾക്കാരെ പരിശോധിച്ച് അവരെ പറഞ്ഞേക്കണം. പിന്നെ ഒരു രോഗി ഡോക്ടറെ അടുത്ത് വരുമ്പോൾ ഡോക്ടർമാർക്ക് പലപ്പോഴായിട്ട് ഒരുപാട് നേരം ചിന്തിക്കേണ്ടി വരും. അതായത് നിങ്ങളൊന്ന് ആലോചിച്ചേക്കാം, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ 200-ലധികം എല്ലുകളുണ്ട്, അതുപോലെ തന്നെ 600-ലധികം മസിൽസ് ഉണ്ട്, 40,000-ലധികം എൻസൈംസ് ഉണ്ട്, മില്യൺസ് ഓഫ് ന്യൂറോൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഒരു രോഗി വരുമ്പോൾ ആ രോഗിയെ അവരുടെ രോഗം പറയുമ്പോൾ ഡോക്ടർ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതേതാണ് രോഗം എന്ന്. കാരണം ഓരോ രോഗത്തിനും പല സിംറ്റംസ് ആണ്, അടയാളങ്ങളാണ്. അപ്പോൾ ഇതേതാണ് രോഗം എന്ന് ഡോക്ടർ അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിയുന്നവരാണ് നമ്മൾ സാധാരണയായിട്ട് ഡോക്ടർ എന്ന് പറയാം. അപ്പോൾ അതിനനുസരിച്ചുള്ള മരുന്ന് ഡോക്ടർ കൃത്യമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു ഡോക്ടർ ആകുന്നതിന് മുമ്പ് ഒരുപാട് എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. അതായത് വളരെ കുറഞ്ഞ ടൈമിൽ ഒരുപാട് ആൻസറുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും ഒരു ഡോക്ടർക്ക്. അപ്പോൾ ഒരു ഡോക്ടർക്ക് തന്നെ ഒരു ക്വസ്റ്റ്യൻസിൽ ഒരുപാട് എസ്സേകൾ എഴുതാറുണ്ടാകും, ഒരുപാട് ഡയഗ്രം കാര്യങ്ങളൊക്കെ വരയ്ക്കാനുണ്ടാകും. അപ്പോൾ ആ ഒരു എക്സാംസിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഷോർട്ട് ടൈമിനുള്ളിൽ കൂടുതൽ ആൻസറുകൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കും അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡോക്ടർമാരുടെ ഹാൻഡ് റൈറ്റിംഗ് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ആയി പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇത് ഒരിക്കലും ഒരു ബാഡ് ഹാൻഡ് റൈറ്റിംഗ് അല്ല, അല്ലെങ്കിൽ ഒരു ചീത്ത ഹാൻഡ് റൈറ്റിംഗ് അല്ല ഡോക്ടർമാരുടെ എഴുത്തിങ്. ഇത് അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഇങ്ങനെ ആയി മാറുന്നതാണ് ശരിക്കും ചെയ്യുന്നത്. അപ്പോൾ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എഴുതി ശീലമുള്ളവരാണ് ഈ ഡോക്ടർമാർ. മാത്രമല്ല, വളരെ ഷോർട്ട് ടൈമിൽ തന്നെ ഒരു രോഗിയെ പരിശോധിച്ച് അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റെ പരിശോധിച്ചുകൊണ്ട് അവരെ പറഞ്ഞു വിടണം. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെ ഹാൻഡ് റൈറ്റിംഗ് ഇങ്ങനെ ആവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അവരിപ്പോൾ വളരെ നേരെ നമ്മളിപ്പോൾ നമ്മുടെ ചില അസൈൻമെൻറ്റിൽ കാര്യങ്ങളൊക്കെ എഴുതുന്ന പോലെ നല്ല കൃത്യമായിട്ട് എഴുതിയാലൊന്നും അവർക്ക് ഈ ഒരു കാര്യം നടക്കില്ല. സോ അവർക്ക് പോസിബിൾ അല്ല. എന്തായാലും സ്പീഡിൽ എഴുതുമ്പോൾ നല്ലൊരു ഹാൻഡ് റൈറ്റിംഗ് ഒരിക്കലും കിട്ടില്ല. നല്ല ഹാൻഡ് റൈറ്റിംഗ് കിട്ടണമെങ്കിൽ നമ്മൾ സാവധാനം നമ്മൾ ആലോചിച്ച് എഴുതേണ്ടി വരും. അപ്പോൾ ഡോക്ടർമാർക്ക് ഇത് ഒരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർമാർ ഇങ്ങനെ നമുക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള ഈ ഒരു എഴുത്ത് എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സിന് വളരെ കുറഞ്ഞ ടൈമിൽ കൂടുതൽ പേഷ്യന്റിനെ നോക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ഡോക്ടർമാരുടെ ഹാൻഡ് റൈറ്റിംഗ് ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു എഴുത്തായി മാറിയത്. ഇതാണ് ഇതിന് പിന്നിലുള്ള ഒരു കാരണം. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, അഭിപ്രായം നിങ്ങൾ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെലൈക്കൺ ഓൺ ആക്കി വെക്കുക. ഓക്കെ,
അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.